പ്ലെയർ CPM സൈലന്റ്. എടാ മുത്തേ ഇത് മറ്റേ അവൻ അദ്വൈതല്ലേ? എനിക്ക് തോന്നണം കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് കയറുന്നത്. ആ തിരക്കാണ്, അത് കുറ്റം പറയത്തില്ല. അവർക്ക് ബിസിയാണ്, പഠിക്കണം, എക്സാം ഒക്കെയാണ്. ഇല്ല സാറന്മാർ വന്ന് അവിടെ ഇവിടെയൊക്കെ കാലിലൊക്കെ ഇട്ട് അടിച്ച് തരും, മനസ്സിലായില്ലേ? കയ്യൊക്കെ അടിച്ച് പൊട്ടിക്കും. അവന്മാർ ദാക്ഷിണ്യം ഇല്ലാത്തവന്മാരാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ പറയത്തില്ല. പഠിക്കാനുള്ളവന്മാർ പഠിച്ചോ മുത്തേ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് കാണാനെങ്കിലും തോന്നാനില്ല, അത് തന്നെ ധാരാളം. M5 അതൊക്കെ അതേ സീൻ. കാരണം M5 നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. M5 ആരാ തന്നിട്ടുണ്ട്? അയ്യോ, അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയിടായ റിച്ച് മാനാണ്. ആരാ ഒരാൾ തന്നിട്ടുണ്ട് M5 ബ്രോ. ക്യാമറ 3D ഡയറക്ഷൻ വ്യൂ. ഓക്കെ സെറ്റ്. ഗ്രാഫിക്സ് ലൊട്ടെ കുറയണം. എന്തിനാണ് ലൊട്ടെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന്? ഒലഹാസേ, എന്തിനാണ് നീ ഇങ്ങനെ കുറയണ സാധനങ്ങൾ ലൊട്ട പരിപാടി? മുത്തേ ഒലഹാസ് ഇതൊന്ന് ഫിക്സ് ചെയ്തിരുന്നേ. അത് ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്, ഗ്രാഫിക്സ് ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും ഈ ഹൈ ഗ്രാഫിക്സ് ലോക്ക് ചെയ്ത് വെച്ചേനെ മുത്തേ. എടാ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ BGMI കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, BGMI സ്മൂത്ത് ഇട്ടാണ് കളിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഇട്ട് കളിക്കണം എന്ന് വെച്ചോ. പെട്ടെന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇതാവൂലേ മുത്തേ? അതാണ് എന്ത് ലോട്ട പരിപാടി. എന്നാണ് CPM 2 ഇത് തന്നെ, CPM 1 ഇത് തന്നെ, ഒരു വ്യത്യാസമില്ല മുത്തേ. എവിടെ എത്തിയോ? എൻ്റെ പേരുള്ള ഒരാൾ ഞാൻ കണ്ടില്ലടാ. എടാ പിന്നെ നമ്മളെ ലൈവിൽ സ്ഥിരം കയറുന്ന കുറച്ച് പേരെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫേക്ക് ID കുറേ വരാൻ ചാൻസ് ഉള്ള കുറേ പേര് ഇപ്പോൾ വരണമെന്നാണ് എനിക്ക് തോന്നണം മുത്തേ. ഉള്ള പറയാനല്ല, അതാണ് അത്. എന്നിട്ട് നമ്മളെ അടുത്തൊന്ന് കാർ ചോദിക്കും, പൈസ ചോദിക്കും. യഥാർത്ഥത്തിലുള്ള നമ്മളെ പയ്യന്മാരങ്ങനെയും ചെയ്യൂല, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ എന്തായാലും നോക്കാം. CPM സ്റ്റോറി സീരീസ് എന്നാ? എടാ നമ്മൾ സീരീസ് പോലെ ചെയ്യാറില്ല കാർലോ, സീരീസ് പോലെ ചെയ്യാറില്ല. അല്ല നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഗൈസ്, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അല്ല നമ്മൾ ഫോട്ടോ എടുപ്പ്, ട്രിപ്പ് അടിക്കൽ, മീറ്റ് പോലും നമ്മൾ വയ്ക്കാറില്ലല്ല. പിന്നെ വല്ലപ്പോഴും സബ്സ്ക്രൈബേഴ്സ് വല്ലതും നിർബന്ധിച്ച് നമ്മൾ വല്ല റിവീലിങ്ങിനും പോകും. അവർ ഇത്തിരി വന്ന് റിവീലിങ്ങിന് വരുന്ന ചോദിച്ച് ഞാൻ പോകും. ഇന്നലെ പോയല്ല അതുപോലെ. നമ്മളങ്ങനെ അല്ല കണ്ടന്റിന് വേണ്ടി സ്റ്റോറി വരെ ചെയ്യാറില്ല. മെനക്ക് ടൈം വേണം, അത്രയും ടൈം എനിക്കിപ്പോൾ ഇല്ല. അതാണ് സത്യം പറയുക. ടൈം ഇപ്പോൾ ഒട്ടും ഇല്ലടാ. ഇതിന് തന്നെ എഡിറ്റ് ചെയ്ത് തീർക്കാൻ സമയം കിട്ടാറില്ല. എപ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ട്, അത് നല്ലതാണ്. അത് കാണാനെത്തി വൈബാണ്. ഞാനും കാണാറൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പേര് ചെയ്യണം. കൂടുതൽ പേരും ചെയ്യാറുണ്ട് സത്യം പറഞ്ഞ്. ബെഞ്ചിലാണ്. അയ്യോ മറ്റേ എവിടെ? ഞാൻ അമ്പാടിയാണ്. അയ്യോ മാറിപ്പോയി. ആയിരുന്നു എന്തൊക്കെ വരണത്? ബീച്ചിലുണ്ട് ബ്രോ, വാ ബീച്ചിൽ പോവാം. ബീച്ചിൽ റൊണാൾഡോ ഗാഡ മല്ലോട്ട് പറഞ്ഞ ബീച്ച് കാണുന്ന പോയി നോക്കാം. മാഡ് ഔട്ട് പൊട്ടി അപ്ഡേറ്റ് ചെയ്തപ്പോൾ RP ഇന്ത്യ ഇല്ല, റഷ്യൻ സെർവറാണ് പെട്ട്. ഓക്കേടാ. ഞാൻ മറ്റേ ഡ്രോൺ എടുക്കണോ? അതൊക്കെ വേണോ? എടാ നമുക്ക് എന്തായാലും മാഡ് ഔട്ട് ഉണ്ടല്ലോ. മാഡ് ഔട്ട് ഞാൻ കറക്റ്റ് നിർത്തിയപ്പോഴെന്ന് വെച്ചാൽ 2 കാരണം കൊണ്ടാണ്. ഒന്നെന്ന് വെച്ചാൽ കുറച്ച് ചിലവന്മാർ വെറുതെ അലുമ്പാക്കാൻ കാരണം കുറച്ച് ലൊട്ടകളുണ്ടല്ലോ, അവന്മാരെ കാരണവും. പിന്നെ ഉള്ള വേറെന്ന് വെച്ചാൽ ഈ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു, ഒരു ഫോണിൻ്റെ കാണിക്കുന്ന അപ്ഡേറ്റ് വന്നില്ല. ആ സമയത്ത് എന്തോ ചെറുതായിട്ട് എനിക്ക് ലൊട്ട ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിയത്. മൊത്തത്തിൽ ലൊട്ടയാണെന്ന് ഞാൻ പറയൂല, പക്ഷെ ചിലതൊക്കെ എനിക്ക് കുറച്ച് തടിച്ച്. അപ്പം ഞാൻ അതാണ് നിർത്തിപ്പോയത്. എടാ RP അത്ര ഇതൊന്നുമല്ല. എല്ലാം മറ്റേ അവർ ചിലപ്പോൾ അത് ടെൻഷനും കൂടെ നമുക്ക് ഇത്തിരി മാനസികമായിട്ട് നമ്മളിത്തിരി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും RP ഇങ്ങനെ ടോക്സിക് ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് വിഷമമാവണ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ അത്രയും ടെൻഷനൊന്നും ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിപ്പോയത്. എല്ലാവരും നമ്മുടെ അടുത്ത് ഒരേ വൈബിലായിരിക്കും നിൽക്കണം, അതാണ്. സോണെക്സ് എൻ്റെ ഉണ്ട് മുത്തേ, ഉണ്ട്. ബ്രോ ഡ്രോൺ എടുക്കാം. ഡ്രോൺ എടുക്കുമോ? ഓക്കെ ഡ്രോൺ എടുക്കാം. ഡ്രോൺ എടുത്ത് നല്ല 2-3 ഫോട്ടോ എടുക്കാം.
എടാ നമ്മൾ ബീച്ചിലുണ്ടേ മല്ലു ഡ്രിഫ്റ്ററോടെ ഡ്രോണ് വരെ ലൊട്ട കാണിക്കാൻ എൻ്റെ അടുത്ത്. ഇങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് എടുക്കുമ്പോൾ ആ ലൊട്ട അങ്ങോട്ട് പോകണം. എന്ത് ലൊട്ടയെന്നാണ് ഞാൻ പോവാ. ബൈ. എന്തരാ ഇപ്പം എന്തൊരു കാണിയാണ്. എന്നാൽ റോഡിൽ കയറിയിട്ട് എടുത്താൽ മതി. ഓക്കെ 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 ഓക്കെ. ആ ഡ്രോൺ എടുക്കാം, അത് സെറ്റായിരിക്കും. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി ചോദിച്ചാൽ ഓക്കെ ഓക്കെ എടുക്കാം. ഓക്കെ ഓ എടുക്കാം സെറ്റാക്കാം. മുത്തേ ഈ വണ്ടി സീനാണ്. എൻ്റെ ഉണ്ടായിരുന്നു. നീ എവിടെ എടാ എവിടെ നീ? ഇന്നെ കാണാനില്ലല്ലോ. എടാ നമ്മളെ അടുത്ത് എന്തായാലും അവൻ അല്ല വാങ്ങിക്കാടാ, അവൻ നിർബന്ധിക്കുമല്ലേ. അപ്പോൾ എൻ്റെ ഉണ്ട്. ഏത് മോഡലാണെന്ന് പോലും എനിക്കറിയാം. റിപ്ലേസ് ആയി പോവെന്തോ. അവൻ ഫേക്കാണ്. ഏവൻ ആര് ഫേക്ക് മുത്തേ? എനിക്ക് ഏത് ഡ്രിഫ്റ്റർ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും? എടാ ഇതിൻ്റെ അകത്ത് ഒരു ഡ്രിഫ്റ്ററല്ലേ ഉള്ളു. കണ്ട ഒരു മല്ലു ഡ്രിഫ്റ്ററേ ഉള്ളു. പിന്നെ ഇതിൻ്റെ അകത്ത് ആര് ഫേക്ക് മുത്തേ? അവൻ്റെ ഈ കളർ കൊള്ളാം അല്ലേ? കൊള്ളാം. ഹായ്ഡാ മുത്തേ. ഹായ്ഡാ വന്നല്ലേ? ഓക്കെ. KBA വികാസിനെ അറിയും. ഇവിടെ എനിക്ക് ഒരുപാട് പേരെന്ന് പറഞ്ഞൂടാ. ബാലൻ അറിയാം, നിന്നെ അറിയാം, പിന്നെ കുറേ കാലമല്ലേ വരും. കുറച്ച് അങ്ങനെ വലിയ ഓർമ്മ കിട്ടാനല്ലോ ഒരുപാട് വരുന്നു. വികാസിനെയൊക്കെ അറിയാമോ എന്തോ, കറക്റ്റ് ഓർമ്മ കിട്ടാനില്ല. എടാ ഇത് മറ്റേ ഇതാര വണ്ടി? ഇത് കൊള്ളാം അല്ലേ? സ്പോഞ്ച് ബോബ് അങ്ങനെ സാധനമല്ലേ? ഇതൊരു കാർട്ടൂൺ സാധനമല്ലേ? ഫേക്ക് പോലീസ് എന്നാ? ഫേക്ക് പോലീസ് നീ കണ്ടാ ബ്രോ. ബസ് എടുക്കുന്ന ബസ് നീ എടുക്ക. ഇതാര് എന്തൊരു സൽമാൻ സാവു. ഞാൻ പെട്ടെന്ന് സ്ഥലത്തെ പ്രധാന അങ്ങനെ വായിച്ചോ, തെറ്റിപ്പോയി. മോബ് എന്നാടെ ഫോൺ നമ്പർ ചോദിച്ചേക്കണ്ടാ മുത്തേ. ഇവിടെ ഫോൺ നമ്പർ ചോദിച്ചേക്കണ മുത്തേ. എന്തൊക്കെ നടക്കണം ഇവിടെ? MMS തോട്ട് മാറ്റിയല്ലേ അവന്മാർ സംസാരിക്കണം. എൻ്റെ ID നോക്ക്. ഓക്കെ, എൻ്റെ ID ഞാൻ നോക്കി വെച്ചേക്കാം. അവിടെ ND 662 180 അതാണ് അവൻ്റെ ID. ശ്രദ്ധിച്ച് വെച്ചേക്കാം. അതിന് ലൊട്ട കയറുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. യു ക്യാൻറ്റ് സ്റ്റോപ്പ് മീ ബ്രോ. ലൈവാണോ? ലൈവാണ് മുത്തേ. ലൈവ് അല്ലാത്തപ്പോൾ എനിക്ക് കളിക്കണമെന്നുണ്ട്, പക്ഷേ സമയം കിട്ടാറില്ല. ബ്രോ മോഡറേറ്റർ ആക്ക് പ്ലീസ്. മാർക്കോ സെറ്റാക്കാം. നമ്മൾ കുറച്ച് നിന്നെ മോഡറേറ്റർ ആക്കണോ? സെറ്റാക്കാം. ചലഞ്ച് ഉണ്ടോ? ചലഞ്ച് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യും. ഇപ്പം അൺഡസ്പ്രൈറ്റേ കൊണ്ടുവരിക. ചെറുക്കൻ സൈലോൺ. എടാ MMS ഇട്ടോ, അവന്മാർ സംസാരിക്കണം. രണ്ടു നല്ല ഫോട്ടോ എടുക്കാം മൊത്തം. നല്ല ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് നിൽക്കട്ടെ, മാറിക്കാം. ഇതിന് 2 ഐസ് ഉള്ള പോലെ എന്നാ. എടാ ഈ ചാർജിൻ്റെ സാധനം ലോട്ട. ഓമാരങ്ങാടി കേട്ട് സംസാരിക്കണം മുത്തേ. ഇത് മറ്റേ അവൻ്റെ വണ്ടി, സൈലോൻ്റെ വണ്ടി. ഇത് നമുക്ക് ബസ്സിൽ പോവാം. സോറി എന്നാ എന്തോ. റൊണാൾഡോ ഉണ്ടല്ലോ. റൊണാൾഡിനെ കാണാനില്ല. ഇവിടെ കാണാനില്ലല്ല. നെയിം എഴുതിയിരിക്കുന്നതിൻ്റെ കൂടെ ഇത് കൊള്ളു. അത് അവന്മാർ സംസാരിക്കണം മുത്തേ. ഓക്കെ ഗായ്സ്. എടാ പറഞ്ഞ പോലെ 600 സബ്ബാവാനി. 600 സബ്ബിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു മുത്തേ. 600 സബ്ബ് ഉണ്ടല്ലേ, അതാവാനി കുറച്ചുകൂടെ സബ്ബ് മതി. അപ്പോൾ സബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും മുത്തേ. അതാണ്. എടാ എന്തായാലും ഞാൻ തൽക്കാലം വണ്ടി കയറിപ്പുണ്ട്, നോക്കാം. എന്തൊരു ഇതില്ല, വെളിച്ചം വന്ന പെട്ടെന്നൊരു. മുത്തേ എടാ ആക്കി മാർക്കോ, നീ ഇപ്പോൾ ലൈവ് കാണണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ.
നാസർ ഒക്കെ അബ്ദുൾ രാവിലെ ലൈവ് സൗണ്ട് ഇല്ലടാ. ഞാൻ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് സംസാരിക്കായിരുന്നേണ്ടാ. അപ്പോഴത്തേക്ക് എല്ലാവരും സൗണ്ട് ഇല്ലെന്ന് രീതിയിലാക്കിയാടാ മുത്തേ. ഇപ്പം കേൾക്കാമല്ല. എടാ ഞാൻ അവനെ മോഡറേറ്റർ ആക്കാൻ പോയാ മുത്തേ. ഒരുത്തനാ ഇനി സൗണ്ട് ഇപ്പോൾ ഉണ്ട്. മോഡറേറ്റർ എടാ മുത്തേ, ഞാൻ നിന്നെ മോഡറേറ്റർ ആക്കിയിട്ടുണ്ട് മുത്തേ. നമ്മൾ ആദ്യമായിട്ട് നിന്നെ ഒരാളെ വിശ്വസിച്ച് മോഡറേറ്റർ ആക്കിയാണ് കേട്ടല്ല. അപ്പം നിൻ്റെ ഉത്തരവാദിത്വമാണ് നല്ല രീതിയിൽ ചാറ്റിൽ പറഞ്ഞ മെസ്സേജിനൊക്കെ ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നന്നായി നിൽക്കാം മുത്തേ. കുഴി കിട്ടാ മുത്തേ തന്നെ. ഇല്ല പോയില്ല. അപ്പം മാർക്കോ ഇപ്പോൾ തൊട്ട് നിനക്ക് ഉത്തരവാദിത്തം വന്നിട്ടുണ്ട് മുത്തേ. ചാറ്റിൽ എല്ലാം ശ്രദ്ധിച്ചോണം മുത്തേ. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ നിന്നെ മോഡറേറ്റർ ആക്കിയത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം വേണ്ടിയാണ് ഞാൻ ഒരാളെ മോഡറേറ്റർ ആക്കണം. എടാ പിന്നെ മാർക്കോ ഒരു കാര്യം മുന്നേ പറയാം. ടെമ്പററി ആയിട്ടാണ് ഞാൻ ഒരാളെ മോഡറേറ്റർ ആക്കി വെച്ചേക്കണം. പെർമനൻ്റ് ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റും, അങ്ങനെയൊന്നും പറയില്ല. എന്തായാലും നീ നല്ല രീതിയിൽ തന്നെ നിന്നെ വിശ്വസിച്ച് തന്നേക്കണ ജോലി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം മുത്തേ. ഐ ബിലീവ് യു മുത്തേ. മോഡറേറ്റർ ബ്രോ ആയി തരുമോ എന്താ റൊണാൾഡോ ഡിസ്കണക്റ്റ് ആയി പോയിട്ടാ. ചിലപ്പോൾ ആട്ടോ ബാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബിസി കാരണം പോയിരിക്കും എന്തോ. അപ്പോൾ എന്തായാലും മുത്തേ റൊണാൾഡോ ലൈവ് വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങൾ ലൈവ് വന്ന ഓരോരുത്തരുടെ അടുത്തും ഒരുപാട് സന്തോഷം മുത്തേ. ഈ ബഗ് നാശം പിടിച്ചോമാരെന്ന് നിർത്തണം, അന്ന് ഈ ഗെയിം നന്നാവും മുത്തേ. എന്ത് പറയട്ടാ മുത്തേ. ഇത് ഞാൻ എടാ റോട്ടിൽ നിന്ന് കാഴെങ്കിലും കുഴിഞ്ഞു പോടാ മുത്തേ. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടാ ലോട്ട പരിപാടി.